ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളൊന്ന് വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 3 ശ്ലോകം 5 മുതൽക്ക്. न हि कश्चित् क्षणम् अपि जातु तिष्ठति अकर्मकृत् कार्यते हि अवसा कर्म सर्वप्रकृतिजैर्गुणैः। न हि कश्चित् क्षणम् अपि जातु तिष्ठति अकर्मकृत् कार्यते हि अवसा कर्म सर्वप्रकृतिजैर्गुणैः। मंगला माता जी। हरे कृष्ण। ओम नमो भगवते वासुदेवाय। न हि कश्चित् क्षणमपि जातु तिष्ठत्य कर्मकृत् कार्यते ह्यवशः कर्म सर्वप्रकृतिजैर्गुणैः। हरे कृष्ण राधे। ओके स्मिता माता जी। हरे कृष्ण। न हि कश्चित् क्षणमपि जातु तिष्ठत्य कर्मकृत् कार्यते ह्यवशः कर्म सर्वप्रकृतिजैर्गुणैः। हरे कृष्ण। संध्या माता जी। हरे कृष्णा। न कश्चित् क्षणमपि जातु तिष्ठत्य कर्मकृत् कार्यते ह्यवशः कर्म सर्वप्रकृतिजैर्गुणैः। हरे कृष्णा। ശ്യാമള മാത വിവർത്തനം വായിച്ചു. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഹരേ കൃഷ്ണ ഹരി ബോൾ. Everyone is forced to act helplessly according to the qualities he has acquired from the modes of material nature. Therefore, no one can refrain from doing something, not even for a moment. ഇത് വായിച്ചില്ലേ നമ്മൾ കഴിഞ്ഞ തവണ? ഇല്ല അല്ലെ? ഓക്കെ, മറ്റേ ക്ലാസ്സിലായിരിക്കും. ചിലക്ക് വായിച്ച ഓർമ്മയുണ്ട്. 3rd ചാപ്റ്റർ ആണ്, വേറെ ക്ലാസ്സും കൊണ്ടുണ്ട്. രണ്ട് മൂന്ന് ശ്ലോകത്തിന്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോ നമ്മൾ ഓരോരുത്തരും നിർബന്ധിക്കപ്പെടുകയാണ് ഓരോ കാര്യങ്ങള്, ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി. എങ്ങനെ? അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റീസ് ഹി ഹാസ് അക്വയർഡ്. നമ്മളുടെ പഴയ ജന്മങ്ങളിൽ നിന്ന് ഏത് ഗുണങ്ങളാണോ നമ്മുടെ കൂടെ കൊടുത്തിരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തില് നമ്മള് കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അത് ഫോഴ്സ്ഫുള്ളി, നമുക്കതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. He has acquired from the modes of material nature. Therefore, no one can refrain from doing something, not even for a moment. ഒരു നിമിഷം കൂടി നമുക്ക് അതൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഫിസിക്കലി ഒന്നും ചെയ്തില്ലെങ്കിൽ മെന്റലി നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടാവും അല്ലേ? നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമാണെങ്കിൽ ഫിസിക്കലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും വർക്ക് ചെയ്യുന്നതായിരിക്കും ഇല്ലേ? അങ്ങനത്തെ ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യാത്ത ഒരു നിമിഷം ഉണ്ടാവും. ഫിസിക്കലി നമ്മൾ വെറുതെ മിണ്ടാണ്ടിരിക്കുകയായിരിക്കും അല്ലേ? പക്ഷെ മനസ്സോ അങ്ങനെയുണ്ടോ? ആർക്കെങ്കിലും ഒരു തോട്ട്സും ഇല്ലാണ്ട്
ടോട്ടലി വോയിഡ് ആയിട്ട്, അങ്ങനെ ഏതെങ്കിലും നിമിഷം ഉറങ്ങുന്ന സമയം അല്ലാതെ എപ്പോഴും അതെ, എപ്പോഴും അതിലാണ്. ഞാൻ വിചാരിച്ചു എന്റെ മാത്രം പ്രശ്നമാവും വിചാരിച്ചു. ഓരോ ചിന്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്താ കാരണം? അതാണ് ഭഗവാൻ പറയുന്നത്, ഫോഴ്സ്ഡ് അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റീസ്, നമ്മളുടെ ഗുണം അനുസരിച്ചിട്ട്. നമ്മളല്ലെങ്കിൽ ഫിസിക്കലി ഒന്ന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ മെന്റലിയിലും നമ്മളത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു നിമിഷം പോലും നമുക്ക് അറ്റ്ലീസ്റ്റ് നാമം ജപിക്കുമ്പോ വരെ ചിന്തകള് വേറെ. പിന്നെ എന്താ വരും. അത് ക്ലിയറിംഗ് സ്റ്റേജ് ആണ്. ക്ലിയറിംഗ് സ്റ്റേജ് ആണ്. എന്താ ക്ലിയറിംഗ് സ്റ്റേജ് പറയുക കാരണം വെച്ചാൽ നമ്മളുടെ മനസ്സിൽ ഒരുപാട് ഇംപ്രഷൻസ് കാലാകാലങ്ങളായിട്ട് ഉണ്ട്. അതെന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയിട്ട്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പ്ലാൻസിനെ പറ്റിയിട്ട്, ആഗ്രഹങ്ങളെ പറ്റിയിട്ട്. ഇതെല്ലാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു നല്ലൊരു പാട്ടുകാരനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, നമ്മുടെ അയാൾ എത്ര നന്നായി പാടുന്നുണ്ട്, എനിക്കും അതേപോലെ പാടാൻ സാധിക്കുമെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അപ്പോ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എവിടെ ഒരു വിത്ത് പാവി കഴിഞ്ഞാണ്, ഞാൻ അറിയാതെ തന്നെ ഒരു വിത്ത് പാവി കഴിഞ്ഞു. ഇനി അതിന് ഒരു അവസരം കിട്ടണം, വെള്ളവും വെളിച്ചം കിട്ടി അത് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ആഗ്രഹം ഈ ലൈഫിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈഫില് ഭഗവാൻ സാധിച്ചു. അപ്പൊ അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഒരു ആഗ്രഹങ്ങളും ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളും നമ്മൾ വെച്ചാൽ, അദ്ദേഹം എത്ര നല്ല ആളാണ്, എന്താ കാണാൻ, വെരി ഹാൻഡ്സം, ഞാൻ അതേപോലെ, അതല്ലെങ്കിൽ ആ സ്ത്രീ എന്ത് ബ്യൂട്ടിഫുൾ ആണ്, അതേപോലെ എനിക്കും ആകാൻ പറ്റില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെയൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഏതെങ്കിലും ഒരു ലൈഫില് ഒരു ഹാൻഡ്സം ആവും, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ വിമൺ, അല്ലെങ്കിൽ അത്ര ധനികനാണ് അയാള്, അതേപോലെ എനിക്ക് ധനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊരു വിത്ത്, അവിടെ വിത്ത് ഭാവി നമ്മുടെ. അങ്ങനെ അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂടെ കൊണ്ടുവരുന്ന സട്ടിൽ ബോഡിയിൽ കൂടെ കൊണ്ടിരുന്നത് ഇങ്ങനെ കഴിഞ്ഞു പോയ പല കഥകളും ഇൻസിഡൻസും പല അനുഭവങ്ങളും വരാൻ പോകുന്ന ഒരുപാട് ആഗ്രഹങ്ങളും, ഇതെല്ലാം ഇംപ്രഷൻസും സീഡ്സുമായിട്ട് നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിന് ഉതകുന്ന ഒരു വാതാവരണം വരുമ്പോ തീർച്ചയായിട്ടും അത് അവിടെ പ്രാക്ടിഫൈ ആവും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു സെക്കൻഡ് പോലും നമുക്ക് മനസ്സിലെങ്കിലും ഒരു എന്തെങ്കിലും തോട്ട്സ് വരാത്ത ഒരു സമയം ഉണ്ടാവില്ല. ഈവൻ ഉറങ്ങുന്ന സമയത്തും കൂടി, ആ ഉറങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ സ്വപ്നാവസ്ഥയിൽ നമ്മൾ പലതും കാണുന്നുണ്ട് അല്ലേ? അതെല്ലാം എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞു പോയതോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു ഓർഡർലി മിക്സ് ആവാത്ത പല കാര്യങ്ങളായിരിക്കും. അതായത് ഒരു ഓർഡറിലല്ല നമ്മൾ കാണുന്നത്, ടോട്ടലി മിക്സ്. ഫോർ എക്സാമ്പിൾ, പല കളറിലുള്ള സ്റ്റോൺസിന്റെ വിചാരിക്കുക, ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ്, അതിനെല്ലാം കൂടി മിക്സ് ഇട്ടാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ തന്നെ അതൊന്നും നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ചുവപ്പ്, പച്ച, മഞ്ഞ, കറുപ്പ് ഇതൊക്കെ മാറ്റി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അത് നമുക്കറിയാം, ഇത് ചുവപ്പ്, ഇത് പച്ച, ഇത് എല്ലാം കൂടി കലർത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും? അതേപോലെ നമ്മുടെ മനസ്സിലെ ഒന്നും ഓർഡർലി അല്ല, ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ നമ്മൾ കാണുന്നതായ സ്വപ്നാവസ്ഥയിൽ ചിലപ്പോൾ അമേരിക്കയിൽ നടക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലണ്ടിലായിരിക്കും, ചിലപ്പോൾ മായാപ്പൂരിലായിരിക്കും, ചിലപ്പോൾ വൃന്ദാവനത്തിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാരായിരിക്കും. അങ്ങനെ പലതരത്തിലും ഒരു കണക്ഷൻ ഇല്ലാണ്ട് നമ്മൾ കാണും ഇല്ലേ സ്വപ്നാവസ്ഥയില്? അപ്പൊ അതാണ് പറയുന്നത്, ഇത്രയും നമ്മളെ എത്രയോ ജന്മങ്ങളായിട്ട് നമ്മളെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ഡിസൈർസ്, ആഗ്രഹങ്ങളും എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തു വന്നിട്ടുള്ള ആ ചെയ്തതിന്റെ ഇംപ്രഷൻസും എല്ലാം കൂടി നമ്മുടെ സട്ടിൽ മൈൻഡിൽ. അപ്പൊ അതിങ്ങനെ തേട്ടി വരികയാണ്. പിന്നെ അതിനുപരിയായിട്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്ലാൻസ് ഉണ്ടാക്കുകയാണ്. ഈവൺ ഈ മെറ്റീരിയൽ വേൾഡ്, ഓക്കെ, ഞാനിപ്പോൾ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന, എനിക്ക് ഇത്ര സാലറി ഉണ്ട്, ഞാൻ എല്ലാ മാസവും ഇത്ര സമ്പാദിക്കും, അത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു ബംഗ്ലോ ഉണ്ടാക്കും,
എൻ്റെ മക്കൾ എന്നെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കും, എൻ്റെ മകൾ എന്നെ സ്ഥലത്ത് കല്യാണം കഴിച്ച് കൊടുക്കും, അങ്ങനെ ജീവിക്കും, ഇങ്ങനെ ജീവിക്കും, ഇതെല്ലാം പ്ലാൻസ് ഇങ്ങനെ അന്നും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ അത് കാരണം നമുക്ക് അതൊന്ന് ഒളിച്ചോടാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് ആ ഭൗതിക തലത്തിലുള്ളതിന് ഡിസയർലെസ് ആക്കണം, ഡിസയർലെസ് ആക്കണം. എന്നാൽ മാത്രമേ. അപ്പൊ അതിന് നമുക്ക് ചാൻഡിങ്. അപ്പൊ ഈ ക്ലിയറിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ തോട്ട്സ് ഒക്കെ നമ്മുടെ ചാൻഡ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ വരിക, അല്ലാത്ത സമയത്ത് വരില്ല കേട്ടോ. നമ്മളെ പ്ലാനിങ് മുഴുവനെ ചാൻഡിങ് സമയത്താണ്, അല്ലാത്ത സമയം നമ്മൾ ഫ്രീ ആണ്. കാരണം കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി എത്ര സിൻസിയർ ആണ് നമ്മൾ ചാൻഡിങ്ങിൽ, ഭഗവാന്റെ ആ നാമജപത്തിൽ നമ്മൾ എത്ര സിൻസിയർ ആണ്, ഭഗവാന്റെ മായ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കണം. അപ്പൊ അത് ക്ലിയറിംഗ് സ്റ്റേജ് കൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സമയം വരും ഇതിലെല്ലാം മാറിയിട്ട് നമുക്ക് ശുദ്ധനാമത്തിന്റെ സ്റ്റേജിലേക്ക് വരും. ഒരു ചിന്തകളും നമ്മളെ അലട്ടില്ല. അപ്പൊ ആ ഒരു സിൻസിയർ എഫേർട്ട്, ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിന്ന് മുക്തി കിട്ടും. അപ്പൊ പിന്നെ യാതൊരു അങ്ങനെയാണ് ചില ആൾക്കാർ നമ്മൾ കാണില്ലേ, അവർ ഇരുന്ന ഇരിപ്പില് ഒരു തൂല്യം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് ജപിച്ചുകൊണ്ടേ ഇരിക്കും നമ്മളെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ തോന്നും അവരെ ഇൻവോൾവ്മെന്റ് അല്ലെ, എത്ര ഇൻവോൾവ് ആയിട്ടാണ് ജപിക്കുന്നതെന്ന് നമുക്ക്. അതുകൊണ്ട് ഏറ്റവും അധികം മനസ്സിലെ തോട്ട്സ് വരാതിരിക്കാൻ വീട്ടിൽ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ കുറച്ച് ഉച്ചത്തിൽ ജപിക്കുന്നത് നല്ലതാണ്. അപ്പൊ ആ ഉച്ചത്തിൽ ജപിക്കുമ്പോൾ എന്ത് സമയം നമ്മൾ അതന്നെ കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ മനസ്സ് ആ ശബ്ദം കേൾക്കുമ്പോൾ മറ്റുള്ള ശബ്ദത്തിന് നമ്മൾ വഴി കൊടുക്കില്ല, തോട്ട്സ് കുറയും. മനസ്സിലാണ് ജപിക്കുന്നുണ്ടെങ്കിൽ, വളരെ സോഫ്റ്റ് ആയിട്ട് ജപിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കൂടുതൽ തോട്ട്സ് വരും. നമ്മുടെ ഗുരു മഹാരാജ് ഒരു പ്രാവശ്യം, ഒരാഴ്ച ആദ്യമൊക്കെ ഭയങ്കര ഉച്ചത്തിൽ ജപിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ ബാക്കിയുള്ള ഭക്തന്മാരെല്ലാം ചെന്ന് കംപ്ലൈന്റ് ചെയ്തു ശ്രീല പ്രഭുപാദയുടെ അടുത്ത്. പ്രഭുപാദ്, വളരെ ബുദ്ധിമുട്ടാണ്, ഈ ജപതാക എപ്പോഴും വളരെ ഉച്ചത്തിലാണ്, ഞങ്ങൾക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടില്ല, എപ്പോഴും വളരെ ഉച്ചത്തിലാണ് ജപിക്കുന്നത്. അപ്പൊ ഗുരു മഹാരാജിനെ വിളിച്ചു പറഞ്ഞു, ജപതാക ഒരു കാര്യം ചെയ്യൂ, ഉച്ചത്തിൽ ജപിക്കുന്ന വളരെ കാര്യം, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിൽ ജപിക്കരുത്. അതുകൊണ്ട് എപ്പോൾ ജപിക്കുമ്പോഴും ഗാർഡനിൽ പോയിട്ട് ജപിച്ചോളൂ, അവിടെ ആരും ഉണ്ടാവില്ല, അവിടെ ഉച്ചത്തിൽ ജപിച്ചോളൂ. അപ്പൊ നമ്മളുടെ ആ സിറ്റുവേഷൻ, പക്ഷെ ജപിക്കുന്ന അറ്റ്ലീസ്റ്റ് ഇതും നോക്കണം, നമ്മൾ ജപിക്കുന്ന മന്ത്രം നമ്മൾ കേൾക്കണം. നമ്മൾ ജപിക്കുന്ന, മറ്റുള്ളവർ ജപിക്കുന്നല്ല നമ്മൾ കേൾക്കേണ്ടത്. അത് വളരെ പ്രഭു കൂട്ടമായിട്ടുള്ള നാമജപത്തിന് അപ്പൊ അതിലിരിക്കുന്ന കാര്യമുണ്ടോ? നാമജപം എങ്ങനെയായാലും അതിന് എഫക്റ്റ് ഉണ്ട്. അല്ല, അപ്പൊ അവരുടെ സൗണ്ട് അല്ലേ നമ്മൾ കേൾക്കുക? അല്ല, നമ്മൾ ജപിക്കുന്നത് അതേ സൗണ്ട് ജപിക്കണം, നമ്മൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കണം, അതാണ് അതിന്റെ ബെസ്റ്റ്. അപ്പൊ ആ സൗണ്ടില് നമ്മൾ ജപിക്കുക. ഇനിയിപ്പോ അത് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് തോന്നുകയാണെങ്കിൽ ഗോ ടു സം അതർ പ്ലേസ്. പിന്നെ കോൺഗ്രിഗേഷൻ ചാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജപത്തിൽ കൂടില്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ചാൻഡ് ചെയ്യുമ്പോ നമ്മള് ആ ബോക്സ് വെച്ചിട്ട് ചാൻഡ് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ആദ്യമൊക്കെ ഇനീഷ്യലൊക്കെ ചെയ്യാം, അത് കഴിഞ്ഞാൽ വേണ്ട. കാരണം നമ്മുടെ ഇതാണ് കേൾക്കേണ്ടത്. പ്രഭുപാദർ എപ്പോഴും കേൾക്കുന്നത് വളരെ നല്ലതാണ്, പക്ഷെ എങ്കിലും കൂടി നമ്മൾ ജപിക്കുന്നത് നമ്മൾ കേൾക്കണം. അല്ലാത്ത സമയത്ത് ചെയ്തോളൂ. നമ്മളുടെ ആ ഒരു നമ്പർ ഓഫ് റൗണ്ട്സ് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, 16 റൗണ്ടോ എത്ര വെച്ചാൽ, അത് നമ്മൾ എക്സ്ക്ലൂസീവ് നമ്മൾ ജപിക്കുക, നമ്മൾ കേൾക്കുക. മറ്റത് ഇപ്പോൾ പ്രഭുപാദർ 24 hours നടന്നോട്ടെ, അതൊരു ഇനീഷ്യൽ സ്റ്റേജിന് നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പൊ കോൺഗ്രിഗേഷൻ ചാൻഡിങ്, എക്സ്ട്രാ റൗണ്ട് ചാൻഡിങ് കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത സമയത്ത് നമ്മൾ പാചകം ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ ചാൻഡ് ചെയ്തോളൂ, മനസ്സിൽ ചാൻഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഉറക്കെ ചാൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ കമ്മിറ്റഡ് റൗണ്ട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ എക്സ്ക്ലൂസീവ് ആയിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ട് ഒരു നിമിഷം കൂടി നമുക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് എംബോഡിഡ് ലൈഫ്, ബട്ട് ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ സോൾ ടു ബി ഓൾവേസ് ആക്റ്റീവ്. അപ്പൊ അത് ഭൗതിക തലത്തിലാണ് ശരി, ആധ്യാത്മിക തലത്തിലാണ് ശരി, സോൾ, ആത്മാവ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം, ആക്റ്റീവ് ആവും. വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദ സ്പിരിറ്റ് സോൾ ദ മെറ്റീരിയൽ ബോഡി കനോട്ട് മൂവ് അല്ലേ. അപ്പൊ ഈ വ്യക്തി, ഞാൻ മൈനസ്
എന്റെ സോൾ എന്ന് പറഞ്ഞാൽ ഇത് ജഡമായി, ഡെഡ് മാറ്ററായി. അപ്പൊ ഈ സോളിന്റെ സാന്നിധ്യമാണ് എന്നെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ എല്ലാ അംഗങ്ങളും ഫങ്ഷൻ ചെയ്യുന്നതും മൂവ് ചെയ്യുന്നതും എല്ലാം ഈ സോളിന്റെ പ്രസൻസ് ആണ്. സോ ഈ സോൾ ഇല്ലാണ്ട് ഈ ശരീരം ഫങ്ഷൻ ചെയ്യില്ല. ദ ബോഡി ഈസ് ഓൺലി എ ഡെഡ് വെഹിക്കിൾ to be worked by the spirit soul, which is always active and cannot stop even for a moment. For example, ഒരു കാറ്, ഒരു മാനുവൽ കാർ, ഇപ്പൊ ഓട്ടോമാറ്റിക് കാറിന്റെ കാര്യം പറയുന്നില്ല, അതിന്റെ പിന്നാലെ ആളുണ്ടാക്കിയ, പക്ഷെ ഒരു കാറ് അത് തന്നെ ഓടിച്ചു കൊണ്ടുപോകോ ഡ്രൈവർ ഇല്ലാണ്ട്? അപ്പോ അതിൽ ജീവനുള്ള ഒരു വ്യക്തി കയറുമ്പോഴാണ് അത് ഓടിച്ചിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തുന്നത് അല്ലേ? അപ്പൊ ആ ജീവൻ സ്പിരിറ്റ് ആണ്. ഇനി ചില ആൾക്കാർ പറയും ഇന്നത്തെ കാലത്ത് ഓട്ടോമാറ്റിക് ഉണ്ട്, ഡ്രൈവർലെസ് കാർ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ബട്ടൺ അമർത്തിയാൽ മതി, എങ്ങനെ വേണം പോവും, എവിടെ വേണം നിൽക്കുന്നത്, എവിടേക്ക് വേണം. അത് ഓക്കെ, അങ്ങനെ പറഞ്ഞാലും അതിന്റെ പിന്നാലെ പ്രോഗ്രാം ചെയ്തൊരു വ്യക്തി ഉണ്ടല്ലോ, ആ കാറിനെ പ്രോഗ്രാം ചെയ്ത വ്യക്തി ഉണ്ടല്ലോ, അതൊരു സ്പിരിറ്റ് സോൾ അല്ലേ? ആ സ്പിരിറ്റ് സോൾ ഇല്ലാണ്ട് ആ ഡെഡ് മാറ്റർ വർക്ക് ചെയ്യില്ല എന്നർത്ഥം. അപ്പൊ ഈ ലാപ്ടോപ്പിലോ എല്ലാം ചിപ്സും മറ്റതും മറിച്ചും ഹാർഡ്വെയർ കോമ്പണൻസ് ഒരുപാടുണ്ട്. അതിന് ലൈഫ് ഇല്ല. അതിന് ലൈഫ് കൊടുക്കുന്ന ആരാണ്? ഒരു കോൺഷ്യസ് ബീയിങ് ആണ്, ഒരു സ്പിരിറ്റ് ആണ്. ആ സ്പിരിറ്റ് ആണ് നമ്മളുടെ ഉള്ളിലൊക്കെ ഉള്ളത്. അപ്പൊ അതില്ലാണ്ട് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പറയുന്നത്, ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിന്നിൽ ആരാണ്? ഒരു സ്പിരിറ്റ് ഇന്റലിജൻസ് ആണ് അല്ലേ? ആ സ്പിരിറ്റ് ഇന്റലിജൻസ് ഇല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്കില്ല. നമ്മുടെ പല കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ടും വളരെ കൺവീനിയന്റ് ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കാൻ പറ്റും. പക്ഷെ അതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ആരാണ്? ഒരു കോൺഷ്യസ് ബീയിങ് ആണ്, ഒരു സ്പിരിറ്റ് ആണ്. ഇത് നമ്മൾ മറക്കുകയാണ് പല സമയത്തും. So as such, the spirit soul has to be engaged in the good work of Krishna consciousness. Otherwise, it will be engaged in occupations dictated by the illusory energy. അപ്പോ സ്പിരിറ്റ് സോൾ, അതായത് ജീവാത്മാവ്, നമ്മളെല്ലാം സ്പിരിറ്റ് ആണ് അല്ലെ? എന്നാണ് എപ്പോഴും ഭഗവാന്റെ സേവനത്തില് ഏർപ്പെടണം. അല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക് നമ്മള് ഭഗവാന്റെ മായ എനർജിയിൽ പെടും. എന്തായാലും വർക്ക് ചെയ്യാതെ പറ്റില്ല. ഒരു നിമിഷം കൂടി നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല, മെന്റലി അറ്റ്ലീസ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇസ് ബെറ്റർ. അപ്പൊ ചോയ്സ് ഇസ് അവേഴ്സ്. നമ്മള് മായയെ സേവിക്കണോ കൃഷ്ണനെ സേവിക്കണം? മായയെ സേവിച്ചാൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കും. കൃഷ്ണനെ സേവിച്ചാൽ നമ്മൾ പതുക്കെ നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്കുള്ള ആ വഴി കൂടെ സഞ്ചരിക്കും. അപ്പൊ നമ്മൾ പെർഫെക്ഷൻ സ്റ്റേജിലെത്തിയാൽ ഈ ലൈഫിൽ തന്നെ നമുക്ക് ആധ്യാത്മിക ലോകത്തിൽ പോകാൻ പറ്റും. അല്ല, എത്തിയിട്ടില്ലെങ്കിൽ എവിടെ നിർത്തിയോ അവിടുന്ന് നമുക്ക് പോയാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് ഗുരുവായൂർ പോവാണ്, പകുതി വഴി എത്തി, ഇനി പകുതി വഴിയും കൂടി പോകാനുള്ളൂ അല്ലേ? ആ പകുതി വഴി എത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി? അവിടുന്ന് നമുക്ക് അത്ര ദൂരം നമ്മൾ ഇനി പോകേണ്ട ആവശ്യമുണ്ട്. ആദ്യം മുതൽക്ക് തുടങ്ങേണ്ട ആവശ്യമില്ല. ഒരു ഉദാഹരണത്തിന്. അപ്പൊ അതുകൊണ്ടാണ് മായയെ സേവിക്കണോ കൃഷ്ണനെ സേവിക്കണം, ആ ഒരു ഓപ്ഷൻ, ആ ഒരു ഫ്രീഡം നമ്മളുടെ മനുഷ്യ ജന്മത്തിൽ ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫ്രീഡം നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യണം. യൂട്ടിലിറ്റി ഇസ് ദ പ്രിൻസിപ്പിൾ. പ്രഭാത പറയുന്നുണ്ട്, ബുക്സ് ആർ ദ ബേസിസ്. ആർക്കെങ്കിലും അറിയോ 4 എണ്ണം? ബുക്സ് ആർ ദ ബേസിസ്. അറിയില്ലേ? ഓർമ്മയില്ലേ? സത്സംഗം, ചാൻഡിങ്. അതല്ല. പ്രഭാത 4 കാര്യം. ബുക്സ് ആർ ദ ബേസിസ്. ബേസിസ് എന്താണ്? നമ്മുടെ ഫൗണ്ടേഷൻ ബുക്സ് ആണ്. പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ്. Preaching is the essence. Yeah, purity is the force, utility is the principle, preaching is the essence. അപ്പൊ ഇവിടെ ഇതിൽ ആ 4 എണ്ണത്തില് യൂട്ടിലിറ്റി ഇസ് ഒരു മിനിറ്റ്, ലൈറ്റ് പോയിരിക്കാണ് കേട്ടോ.
ഇനിയിപ്പോ ഇത് അപ്പോൾ എനിക്കൊരു ഒരു 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 ഹരേ കൃഷ്ണ. ഇലക്ട്രിസിറ്റി പോയി. ഇനിയിപ്പോ വീണ്ടും വരുന്ന സമയത്ത് ഒരു ഡിസ്കണക്ഷൻ കൂടി വരും ചിലപ്പോ കേട്ടോ. ഓക്കെ, വന്ന് ഹരിബോൾ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യൂട്ടിലിറ്റിയും പ്യൂരിറ്റിയും ഒന്നും കൂടെ പറയോ? അപ്പൊ യൂട്ടിലിറ്റി ഇസ് ദ പ്രിൻസിപ്പിൾ. അപ്പൊ എന്താണ് നമ്മളുടെ ഈ ഫ്രീഡം നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, അതാണ്. അപ്പൊ നമ്മുടെ ഈ ഫ്രീഡം രണ്ട് തരത്തിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഒന്ന് മായാദേവിയെ സേവിച്ചിട്ട്, അല്ലെങ്കിൽ കൃഷ്ണനെ സേവിച്ചിട്ട്. അപ്പൊ ഏതാ നമ്മൾ ചെയ്യേണ്ടത്? കൃഷ്ണനെ സേവിച്ചു. മായാദേവിയെ സേവിച്ച പ്യൂരിറ്റി എന്താ പറഞ്ഞത്? യൂട്ടിലിറ്റി ഇസ് ദ പ്രിൻസിപ്പിൾ. നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു അതായിരിക്കണം നമ്മുടെ ആദർശം, പ്രിൻസിപ്പിൾ. പ്യൂരിറ്റി ഇസ് ദ ഫോഴ്സ്. നമ്മളുടെ ഫോഴ്സ് എന്താ പറയുക? നമ്മുടെ ശക്തി പറഞ്ഞാൽ നമ്മളുടെ പ്യൂരിറ്റിയാണ്. പ്രീച്ചിങ് ഇസ് ദ എസെൻസ്. നമ്മൾ പ്രീച്ച് ചെയ്യുന്നത് ഭഗവാന്റെ ഈ സെർമൺസ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഈ ഭഗവാന്റെ നിർദ്ദേശം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് അതിൻ്റെ എസെൻസ്, അതിൻ്റെ സത്ത്, എല്ലാറ്റിൻ്റെയും സത്ത്. നമുക്കറിയാം ഭഗവാൻ ഭഗവത്ഗീത 18-ാമത്തെ അധ്യായത്തിൽ അർജുനോട് പറയുന്നുണ്ട്, ഇതം പരമം ഗുഹ്യം, അല്ലെ? അതായത് ഈ പരമഗുഹ്യമായിട്ടുള്ള ഈ സന്ദേശം, ഈ നിർദ്ദേശം, ഈ ഗീത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നു. ഓർക്കുന്നുണ്ടോ ആ ശ്ലോകം? 18-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ എന്താണ്. അപ്പൊ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണ്? എൻ്റെ ഈ സന്ദേശത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അപ്പൊ നമ്മൾ ഭഗവാന്റെ സേവനം അനുഷ്ഠിക്കുക, ഭഗവാന്റെ മായയുടെ സേവനം. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മള് മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം പോവും. വിശ്വാസമുണ്ട്, അത് വേണം ഇത് വേണം എന്ന് ചോദിച്ചിട്ട് എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ സേവിക്കാനല്ല, നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ സേവിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എത്രയോ ജന്മമായിട്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് പറയാണ്, ഓ നല്ലൊരു സിനിമ വന്നിട്ടുണ്ട്, ഓക്കെ, മോഹൻലാലിൻ്റെ ആണ്, ഷാറുഖ് ഖാൻ്റെ ആണ്, അമിതാഭ് ബച്ചൻ്റെ ആണ്, പോയി കാണാം, അല്ലേ? അപ്പൊ നിങ്ങൾ നേരെ പോയി തിയേറ്ററിൽ. നാവ് പറയണോ നല്ലൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് ഇവിടെ, എന്താ അടിപൊളി. ഓരോരുത്തർ പറയും അടിപൊളി ഭക്ഷണം കേട്ടോ, അവിടെ പോയി കഴിക്കാൻ വേണം. എന്താ അവിടുത്തെ വെറൈറ്റീസ് ഓഫ് ഡിഷസ് ആണ്. അപ്പൊ എന്ത് പറയും? ഉടനെ എന്ന് പറഞ്ഞു, ഓക്കെ നമുക്ക് ആ ഹോട്ടലിൽ പോവാം, അല്ലേ? ചെവി പറയാണ്, ഓ നല്ലൊരു പാട്ട്, അടിപൊളി പാട്ട്, അത് കേൾക്കണം. അപ്പൊ അതിൻ്റെ ഉടനെ CD-യോ അല്ലെങ്കിൽ കാസറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഇതോ മേടിച്ചു കേൾക്കണം. അങ്ങനെ നമ്മളുടെ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മളെ പറയാണ്, അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അത് വേണം, ഇത് വേണം. എന്നിട്ടോ ഈ ഇന്ദ്രിയങ്ങളെ നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ ഈ ഇന്ദ്രിയങ്ങൾക്ക് നമ്മളോട് വല്ല കൃതജ്ഞതയുണ്ടോ? ആ ചോദിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ സമയാസമയത്തിന് ചെയ്തു കൊടുത്തിട്ടും ഒരു താങ്ക്സ്, ഒരു നന്ദി, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളോട് കാണിക്കുന്നില്ല. അതിന് പകരം നമ്മളെ ഈ ഭൗതിക സാഗരത്തിൽ വീണ്ടും വീണ്ടും ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഇന്ദ്രിയങ്ങളെ നമ്മൾ എന്തിനു സേവിക്കണം, അല്ലേ? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ശ്ലോകമുണ്ട്. ഞാൻ ഇന്നലെ അത് എടുക്കണം വിചാരിച്ച് എടുക്കാൻ പറ്റിയില്ല, സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അത് ചൈതന്യ ചരിതാമൃതയിലെ മധ്യലീലയുടെ 22-ാമത്തെ ചാപ്റ്ററിലെ 16-ാമത്തെ ശ്ലോകം. ഓക്കെ, ഞാൻ വായിക്കാം. മധ്യലീല ഏത് ഫസ്റ്റ് സെക്കൻഡ്? അതായത് മധ്യലീലയുടെ 22-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകമാണ്. അപ്പൊ അതിന്റെ മധ്യലീല 3 ബുക്ക് ഇല്ലേ പ്രഭുജി? അതന്നെ മധ്യലീല. അതിൽ തന്നെ 3 ബുക്ക് ഇല്ലേ?
അതിനെ 22ാമത്തെ ചാപ്റ്റർ എടുക്കുക, ആ അങ്ങനെ നോക്കിയാ 16ാമത്തെ ശ്ലോകം. അപ്പൊ അതിന്റെ ഞാൻ വിവർത്തനം വായിക്കാം. ഓക്കെ, ശ്ലോകം വായിക്കുന്നില്ല. എന്താണ് പറയുന്നത് വെച്ചാൽ, ഓ മൈ ലോർഡ്, ദർ ഈസ് നോ ലിമിറ്റ് ടു ദ അൺവാണ്ടഡ് ഓർഡേഴ്സ് ഓഫ് ലസ്റ്റി ഡിസൈർ. അതായത് എൻ്റെ ഭൗതിക തലത്തിലുള്ള കാമാശക്തിക്കുള്ള ആഗ്രഹങ്ങള് അതിന് യാതൊരു ലിമിറ്റും ഇല്ല. അതിങ്ങനെ ഓരോന്ന് 1 by 1 ആയിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഓരോ ആഗ്രഹങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലസ്റ്റി ഡിസൈസ് ആണ്. ഓക്കെ, എന്താണ് ലസ്റ്റി ഡിസൈസ് പറഞ്ഞാൽ? ഓരോ ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ തന്നെ. കണ്ണിന് നല്ല രൂപം കാണണം, നാസികയ്ക്ക് നല്ല ഫ്രാഗ്രൻസ് വേണം, അപ്പൊ നല്ല മുല്ലപ്പൂവിന്റെ ഫ്രാഗ്രൻസ് എന്താ പൂന്തോട്ടത്തിൽ പോയിട്ട് ആസ്വദിക്കുക. പക്ഷെ ഇതെല്ലാം ഭഗവാന്റെയാണ് ഈ സൃഷ്ടി. നമ്മൾ അപ്പോൾ ഓർക്കുന്നില്ല, നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതേപോലെ നാവിന് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും അത് അൺലിമിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അതിന് യാതൊരു കുറവുമില്ല. ആൾദോ ഐ ഹാവ് റെൻഡേഡ് ദീസ് ഡിസൈർസ് സോ മച്ച് സർവീസ്. അപ്പൊ ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദേ ഹാവ് നോട്ട് ഷോൺ എനി മെഴ്സി ടു മീ. അവരൊരു കരുണയും കാണിച്ചിട്ടില്ല എന്നോടാണ് പറയുന്നത്. ഇത്രയൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടും ഒരു കുറച്ചെങ്കിലും ഒരു 1% ഒരു കരുണ എന്നോട് കാണിക്കണ്ടേ? ഇല്ല, ചെയ്തിട്ടില്ല. ഐ ഹാവ് നോട്ട് ബീൻ അഷേംഡ് ടു സെർവ് ദം. എനിക്ക് നാണമില്ലാണ്ട് അവരെ സേവിച്ചുകൊണ്ടേയിരുന്നു. ആരെ? കണ്ണിനെയും മൂക്കിനെയും ചെവിയും ത്വക്കിനെയും നാവിനെയൊക്കെ സേവിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ? നാണമില്ലാത്ത ഒരു വ്യക്തിയെ പോലെ. നോർ ഹാവ് ഐ ഈവൻ ഡിസൈഡ് ടു ഗിവ് ദം അപ്പ്. അവരെ ത്യജിക്കാനും എനിക്ക് മനസ്സ് വന്നില്ല. അവർ ചോദിക്കുന്നതെല്ലാം ഞാൻ സപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അവരെ വിട്ടുപോകാനും എനിക്ക് മനസ്സ് വന്നിട്ടില്ല. ഓ മൈ ലോർഡ്, ഓ ഹെഡ് ഓഫ് ദ യദു ഡൈനസ്റ്റി. ആരോടെ പറയുന്നത്? ഭഗവാൻ കൃഷ്ണനോടാ പറയുന്നത്. റീസെന്റ് ഹവർ മൈ ഇന്റലിജൻസ് ഹാസ് ബീൻ അവേക്കൻഡ്. ഭഗവാനെ, എന്തോ ഒരു സുഹൃതി കാരണം ഇപ്പൊ റീസെന്റ് വളരെ അടുത്ത് എൻ്റെ ബുദ്ധി വികസിച്ചു, ബുദ്ധി ഉണർന്നു. ആൻഡ് നൗ ഐ ആം ഗിവിംഗ് ദം അപ്പ്. ഇപ്പൊ എനിക്ക് വെളിവ് വന്നു തലയ്ക്ക്, എനിക്ക് വെളിവ് വന്നു. ഞാൻ അതുകൊണ്ട് ഈ ഇന്ദ്രിയ സേവനം നിർത്താൻ പോവുകയാണ്. ഇന്ദ്രിയങ്ങളെ സേവിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്കിപ്പോ മനസ്സിലായി. ഇത്ര കാലം എനിക്ക് മനസ്സിലായില്ല. എത്രയോ ജന്മങ്ങൾ ഞാൻ എടുത്തു, അതിലൊക്കെ ഞാൻ ഇന്ദ്രിയങ്ങളെ സേവിച്ചുകൊണ്ടേയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പുനരഭി ജനനം പുനരഭി മരണം എന്നുള്ള ആ ചക്രത്തിലൂടെ കടന്നു പോകുന്നത്. ഇനി ഞാൻ അതിനെ സേവിക്കാൻ പോകുന്നില്ല. എൻ്റെ ബുദ്ധി വികസിച്ചു, ബുദ്ധിക്ക് തെളിവ് വന്നു, അറിവ് വന്നു. അതുകൊണ്ട് ഞാൻ ഈ ഇന്ദ്രിയ സേവനം അവിടെ നിർത്താൻ പോവുകയാണ്. ഡ്യൂ ടു ട്രാൻസെൻഡന്റൽ ഇന്റലിജൻസ്. എങ്ങനത്തെ ഇന്റലിജൻസ് ആണ്? സാധാരണ ഇന്റലിജൻസ് അല്ല, ട്രാൻസെൻഡന്റ്, ദിവ്യമായിട്ടുള്ള ബുദ്ധി. നൗ ഐ റെഫ്യൂസ് ടു ഒബേ ദ അൺവാണ്ടഡ് ഓർഡേഴ്സ് ഓഫ് ദിസ് ഡിസൈർ. അതുകൊണ്ട് ഞാൻ ഈ അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ വെച്ച് പുലർത്തുന്നില്ല. And I now come to you to surrender myself at your fearless lotus feet. അഭയ ചരണാരവിന്ദം. ഇപ്പോ ഞാൻ അങ്ങയുടെ ആ പാതാരവിന്ദത്തിൽ നമസ്കരിക്കുന്നു. അത് മാത്രമാണ് എനിക്ക് അഭയം തരാൻ പറ്റുള്ളൂ. വേറെ എവിടെ ചെന്നാലും എനിക്ക് അഭയം കിട്ടില്ല. എവിടെ പോയാലും എനിക്ക് ഭയം മാത്രമേ കിട്ടുള്ളൂ. കൈൻഡ്ലി എൻഗേജ് മീ ഇൻ യുവർ പേഴ്സണൽ സർവീസ് ആൻഡ് സേവ് മീ. അതുകൊണ്ട് എന്നെ അങ്ങയുടെ ആ ഭക്തിത സേവനത്തിൽ നിയുക്തമാക്കിയിട്ട് എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ബ്യൂട്ടിഫുൾ. എനിക്കത് വായിച്ചപ്പോൾ വളരെ നന്നായി തോന്നി. അതാണ് പറയുന്നത്. So, as such, the spirit soul has to be engaged in the good work of Krishna consciousness. Otherwise, it will be engaged in occupations dictated by the illusory energy. അപ്പൊ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ സേവനം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഭഗവാന്റെ മായയെ സേവിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ കൂടുതൽ എപ്പോ സമയം കിട്ടുന്നോ കൂടുതൽ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ എൻഗേജ് ചെയ്യണം. എപ്പൊക്കെ സമയം കിട്ടുന്നു നമ്മളുടെ മിനിമം ബെയർ നെസസിറ്റീസ്, മിനിമം ആയിട്ടുള്ള നമ്മളുടെ വീട്ടുജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നമ്മൾ സമയം കിട്ടുന്നുണ്ടോ
അനാവശ്യമായിട്ടുള്ള. അപ്പൊ എന്താ ബെസ്റ്റ് എന്താ? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മളെ പ്രശ്നം. ജോലിയില്ല, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഇങ്ങനെ നമ്മളെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പൊ നമ്മൾ എപ്പോഴും മറ്റുള്ള ഭക്തന്മാരായിട്ട് നമ്മൾ സംഘം, അതായത് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഭഗവത്ഗീതയെ പറ്റി ചർച്ച ചെയ്യുക, ഭാഗവതത്തെ പറ്റി ചർച്ച ചെയ്യുക, ഭഗവാന്റെ ലീലകളെ പറ്റി ചർച്ച ചെയ്യുക, സേവനങ്ങളെ പറ്റി ചർച്ച ചെയ്യുക. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സ് അൺനെസറി റോങ് ഡയറക്ഷനിൽ പോവില്ല. സോ ഇൻ കോണ്ടാക്ട് വിത്ത് മെറ്റീരിയൽ എനർജി, അങ്ങനത്തെ തോട്ട്സ് എല്ലാം നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആ ശക്തിയിലാണ് കേന്ദ്രീകരിക്കുന്നത്. ദ സ്പിരിറ്റ് സോൾ അക്വയർസ് മെറ്റീരിയൽ മോഡ്സ് and to purify the soul from such affinities it is necessary to engage in the prescribed duties and join in the shastras. അപ്പൊ അതിനെ ശുദ്ധീകരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഭഗവാന്റെ സേവനത്തിൽ. അപ്പൊ ഭഗവാന്റെ സേവനത്തിൽ പലതരത്തിലും ഇപ്പൊ എല്ലാം നമ്മള് വെറും ചാൻഡിങ് മാത്രമല്ല, വെറും റീഡിങ് മാത്രമല്ല, പലതരത്തിലും നമുക്ക് ഭഗവാനെ സേവിക്കാം. But if the soul is engaged in its natural function of Krishna consciousness, whatever he is able to do is good for him. The Srimad Bhagavatam affirms this. എന്താണ്? Tyaktva swadharmam charanambujam hare bhajana bhakkota patetato yadi yatra kvama bhadram abhudamusya kim kovarthapto bhajadam swadharmata. If one ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഇപ്പൊ ഇലക്ട്രിസിറ്റി വീണ്ടും വന്നപ്പോ ഒരു ഇന്ററപ്ഷൻ ആയതാണ്. ഇനി പോവില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ നിർത്തിയത്? വായിച്ചു കഴിഞ്ഞു. കംപ്ലീറ്റ് വായിച്ചോ? ഇല്ല. If someone takes consciousness, even though he may not follow the prescribed duties in the shastras or execute the devoted service properly, and even though he may fall down from the standard, there is no loss or evil for him. Okay, നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ അത് ശരിക്കുള്ള ആ ശാസ്ത്രത്തിന്റെ വിധി നിയമങ്ങള് വിധി പ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റിയില്ലും കുഴപ്പമില്ല. നമ്മൾ എത്ര ചെയ്യാൻ പറ്റിയത് അത്രയും നമുക്ക് എപ്പോഴും നമ്മുടെ ബാങ്ക് ക്രെഡിറ്റ് ഉണ്ടാവും, സ്പിരിച്വൽ ക്രെഡിറ്റ് ഉണ്ടാവും. അതിന് യാതൊരു നാശവും സംഭവിക്കുന്നില്ല എന്നാണ് ശ്ലോകം ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നത്. യെസ്, പറയൂ. ഭഗവാൻ ഗ്യാരണ്ടി പറയാണ്, എത്ര കുറച്ച് ചെയ്താലും ശരി ഒരിക്കലും അത് നഷ്ടം പറ്റില്ല. നേരെ മറിച്ച് ഭൗതിക തലത്തിൽ നമ്മൾ എത്ര തന്നെ ധനം ആർജിച്ചാലും ശരി, പേരും പ്രശസ്തി ആർജിച്ചാലും ശരി, എന്ത് തന്നെ നമ്മൾ ആർജിച്ചെടുത്താലും ശരി, നമ്മളുടെ ശരീരം വെടിയുന്നതോടുകൂടി എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മള് ആധ്യാത്മിക തലത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൽ നമ്മളെല്ലാവരും ഈ ഒരു പാതയിൽ വന്നിരിക്കുന്നത്. എന്താണ്? ഏതോ ഒരു കാലത്ത് നമ്മൾ കുറച്ച് സുഹൃതി ചെയ്തിട്ടുണ്ട്. ആ സുഹൃതിയുടെ കണ്ടിന്യൂഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ഇതേപോലെ ഭഗവത്ഗീത ഭാഗവതം ക്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു ഡിവോഷണൽ ആറ്റിറ്റ്യൂഡോ എല്ലാവർക്കും ഇല്ല. അഥവാ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം എന്താണ്? മെറ്റീരിയൽ ആണ്. ക്ഷേത്രത്തിൽ പോകുന്ന അവനവന്റെ ആ കാര്യം സാഹചര്യം. ഡിവോഷണൽ ലൈനിലുള്ള ഈ സുഹൃതി എനിക്ക് ആധ്യാത്മിക തലത്തില് മെച്ചപ്പെട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം നമ്മൾ തീർച്ചയായിട്ടും ഡിവോഷണൽ ആക്ടിവിറ്റീസിൽ ഏതോ ഒരു ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ പറ്റില്ല. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ എത്ര ആൾക്കാരാണ്, എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് ഈ ഭക്തിത സേവനത്തിൽ വരുന്നത്? ഭഗവാനിൽ വിശ്വാസം ഉണ്ടാവും. പക്ഷെ ആ ഭഗവാന്റെ വിശ്വാസം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ ഈ ഭാഗവത്തിലെ ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും നാശം വരുന്നില്ല. ബട്ട് ഇഫ് ഹി ക്യാരീസ് ഔട്ട് ഓൾ ദ ഇൻജങ്ഷൻസ് ഫോർ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇൻ ദ ശാസ്ത്ര, വാട്ട് ഡസ് ഇറ്റ് അവൈൽ ഹിം ഇഫ് ഹി ഈസ് നോട്ട് കൃഷ്ണ കോൺഷ്യസ്?
അപ്പൊ അത് വലിയൊരു ചോദ്യചിഹ്നമാണ് അവിടെ. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ബട്ട് if he carries out all the injunctions for purification in the Shastras, what does it avail him if he is not Krishna? നമ്മൾ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ വിധികളും നിഷേധങ്ങളും വിധി നിഷേധങ്ങൾ അനുസരിച്ച് ജീവിച്ചാലും യമ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാലും എന്ത് ഗുണമാണ് നമ്മൾ കൃഷ്ണ കോൺഷ്യസ് അല്ലെങ്കിൽ എന്നാ ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ശാസ്ത്രത്തിന്റെ ഉദ്ദേശം തന്നെ നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ആവാ എന്നുള്ളതാണ്. അതായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് തന്നെ ശാസ്ത്രത്തിൽ പറഞ്ഞു ചെയ്തിട്ടും കാര്യമില്ല. സോ ദ പ്യൂരിഫിക്കേറ്ററി പ്രോസസ് ഈസ് നെസസറി ഫോർ റീച്ചിങ് ദിസ് പോയിന്റ് ഓഫ് കൃഷ്ണ. അപ്പൊ നമ്മൾ ഈ പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സാണ് എന്താണ്, നമ്മൾ ഒരുപാട് അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകൾ ഈ ജന്മത്തിനും പല ജന്മങ്ങളുമായിട്ട് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം പ്യൂരിഫൈ ചെയ്യണം. അതിന് ചാൻഡിങ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ചാൻഡിങ് ചെയ്യുന്നത് ഭഗവാനെ പ്രീതിപ്പെടുക. പക്ഷെ ആ പ്രോസസ്സിൽ നമ്മളുടെ ഈ ബാഡ് കർമാസ് എല്ലാം നശിച്ചു പോകും. ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ശുദ്ധ തലത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. Therefore, sannyasa or any purificatory process is to help reach the ultimate goal of becoming Krishna conscious, without which everything is considered a failure. അപ്പൊ നമ്മൾ സന്യാസം എടുക്കലും അല്ലെങ്കിൽ മറ്റുള്ള സംസ്കാരങ്ങളെല്ലാം ചെയ്യുന്നതും എന്തിനാണ്? നമ്മൾ പ്യുവർ കൃഷ്ണ കോൺഷ്യസ് ബീയിങ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായിട്ടില്ലെങ്കിൽ നമ്മളുടെ ഈ കാര്യങ്ങളെല്ലാം പരാജയമാണ് എന്നാണ് പ്രഭുപാദ പർപ്പോട്ടിൽ ക്ലിയർ ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? പ്രഭു പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ എന്തോ ചെയ്തതിന്റെ സുഹൃതാന്ന്. അപ്പൊ അത് ഏത് തരത്തില്? അപ്പൊ നേരത്തെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞില്ലേ, ആ സുഹൃത്തല്ല, ഇത് രണ്ട് തരത്തിലുള്ള സുഹൃത്താണ് നമ്മൾ ചെയ്തിട്ടുണ്ടാവുക. ഒന്നുകിൽ ഭക്തിയോന്മുഖി സുഹൃതം അല്ലെങ്കിൽ അജ്ഞാത സുഹൃതം. ഇതിന്റെ രണ്ടും ഇല്ല എന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ ക്രെഡിറ്റ് ഇല്ല. വൈഷ്ണവന്മാരുടെ കമ്പാഷൻ, കരുണ. ഇപ്പൊ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഡിസൈപ്പിൾസ് പ്രഭുപാദോട് ചോദിക്കണ്ടായി, പ്രഭുപാദ് ഞങ്ങൾ എന്ത് സുഹൃതിയാണ് ചെയ്തിരിക്കുന്നത് പ്രഭുപാദെ അങ്ങേ കിട്ടാൻ വേണ്ടിയിട്ട് ഗുരുവായിട്ട്? അപ്പൊ പ്രഭുപാദ പറഞ്ഞു, യു ആർ നോട്ട് ഡൺ എനി സുഹൃതി, ഐ ഗേവ് യു ദ സുഹൃതി എന്നാ പറഞ്ഞു. നിങ്ങളൊരു സുഹൃതം ചെയ്തില്ല, ഞാനാണ് നിങ്ങൾക്ക് സുഹൃതി എന്ന്. കാരണം വെച്ചാൽ അത് കമ്പാഷൻ, വൈഷ്ണവന്മാരുടെ കമ്പാഷൻ. യോഗ്യത ഉണ്ടോ യോഗ്യത ഇല്ലയോ നോക്കില്ല, അവര് വളരെ കരുണവാൻ. ഹരേ കൃഷ്ണ പ്രഭുജി, നല്ല ഡിസ്റ്റർബ് വരുന്നുണ്ട്. എനിക്ക് മാത്രമാണോ? ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലേ? ഡിസ്റ്റർബ് ഇല്ലല്ലോ. അവിടുത്തെ ഇന്റർനെറ്റിന്റെ വല്ല പ്രശ്നമായിരിക്കും മംഗളമാതാജിയുടെ. ഓക്കെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. കേൾക്കുന്നുണ്ടോ? അപ്പൊ കേൾക്കുന്നുണ്ടോ? ഹരിബോൾ. മംഗളമാതാജി കേൾക്കുന്നുണ്ടോ? നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവും. എന്താണ് ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഇവിടെ നല്ല ക്ലിയർ ആണ്. മാതാജി മ്യൂട്ടാണോ? ഞാൻ ഇപ്പൊ മ്യൂട്ട് മാറ്റിയതാണ്. ഞാൻ പറയാൻ വേണ്ടി മാറ്റിയതാണ്. വീണ്ടും മ്യൂട്ടാക്കാം. കേൾക്കുന്നില്ലേ എല്ലാവർക്കും? മംഗളമാതാജിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഹരിബോൾ. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. മംഗളമാതാജി ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ പ്രഭുജി. ഹരിബോൾ. അപ്പൊ മാതാജി ചോദിച്ചത് ഈ 4 തരത്തിലുള്ള സുഹൃതി അല്ല ഇവിടെ പറയുന്നത്. നമ്മളുടെ ഈ സുഹൃതി എന്ന് പറഞ്ഞാൽ ഭക്തി ഉന്മുഖി സുഹൃതി, അജ്ഞാത സുഹൃതി. ഇത് രണ്ടും നമ്മളുടെ ഇല്ലെങ്കിൽ വൈഷ്ണവന്മാരുടെ കമ്പാഷൻ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പൊ ഇരുന്ന് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള കാര്യം. ഇത് മൂന്നും ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല.
നമ്മളിവിടെ ചർച്ച ചെയ്യില്ല തീർച്ചയായും. അതാണ് പ്രഭുപാദ തൻ്റെ ഡിസൈപ്പിൾസ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, യു ഹാവ് നോ സുഹൃതി, ഐ ഗേവ് യു ദ സുഹൃതി എന്നാണ്. ക്ലിയർ ആയി മാതാജി? ഒന്ന് ഭക്തി ഉന്മുഖ സുഹൃത്ത്, ഒന്ന് വൈഷ്ണവരുടെ സുഹൃത്തും, പിന്നെന്താന്ന്? ഒന്ന് ഭക്തിയോന്മുഖി, ഭക്തി ഉന്മുഖി. മറ്റത് അജ്ഞാത സുഹൃതി. അജ്ഞാത. പിന്നെ വൈഷ്ണവരുടെ അനുകമ്പ, മേഴ്സി, കരുണ. ഈ എന്നോട് കരുണ കാണിക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ, ആ കരുണ എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗ്യത ഇല്ലാത്ത ഒരു കാര്യമാണ് ചോദിക്കുന്നത്. കരുണ എന്ന് പറഞ്ഞാൽ എനിക്ക് യോഗ്യത ഇല്ല. യോഗ്യത ഉണ്ടെങ്കിൽ അതിനെ കരുണ എന്ന് പറയില്ല. എൻ്റെ റൈറ്റ് ആണത്, അല്ലേ? ഫോർ എക്സാമ്പിൾ, ഞാൻ ജോലി ചെയ്യാണ്, 30 ദിവസം ജോലി ചെയ്തു, ഓഫീസിൽ നിന്ന് എനിക്ക് ശമ്പളം കിട്ടുന്നത്, അത് കരുണയല്ല, അതെൻ്റെ റൈറ്റ് ആണ്, എൻ്റെ അവകാശമാണ്. ഓക്കെ, എനിക്കിപ്പോൾ 5000 രൂപ ശമ്പളം ഉണ്ട്, എനിക്ക് 2000 രൂപ എക്സ്ട്രാ തരണേ, അങ്ങ് കനിവ് കാണിക്കണേ, എനിക്ക് കരുണ കാണിക്കണേ പറഞ്ഞാൽ അതെൻ്റെ റൈറ്റ് അല്ല, അത് ആ കമ്പനിയുടെ മുതലാളിയുടെ കരുണയാണ് എനിക്ക് അങ്ങനെ തന്നാൽ, അല്ലേ? അപ്പോൾ കരുണ എന്ന് പറഞ്ഞാൽ കനിയ, ഞാൻ അർഹതപ്പെടാത്തത് എനിക്ക് കിട്ടുക. അപ്പൊ എനിക്ക് അർഹതപ്പെടാത്ത, അതായത് യൂറോപ്യൻസിനും അമേരിക്കൻസിനും അർഹതപ്പെടാത്ത കാര്യങ്ങളാണ് പ്രഭാത അവർക്ക് കൊടുത്തത്. അതാണ് മേഴ്സി, കരുണ, അനുകമ്പ എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയിക്കോ. ടെക്സ്റ്റ് 6. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യത്തെ. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യത്തെ. ഓക്കെ, ശ്യാമള മാതാജി. ശ്യാമള മാതാജി ഇല്ലേ അവിടെ? ഓക്കെ, സന്ധ്യ മാതാജി. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരഃ സ ഉച്യതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ഞാനേ അടുക്കളയിലൊന്ന് പോയി. ഓക്കെ. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യതേ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരാ സ ഉച്യതേ. മംഗളമാതാജി വിവർത്തനം വായിച്ചു. ഹരേ കൃഷ്ണ. കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാലും വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവൻ സ്വയം ഭ്രമിപ്പിക്കുകയാണ്. കപടനാട്യക്കാരൻ എന്നാണ് അയാളെ പറയേണ്ടത്. ഹരേ കൃഷ്ണ. One who restrains the senses of action but whose mind dwells on sense objects certainly deludes himself and is called a pretender. ഭഗവാൻ പറയുന്നത്, നമ്മളെ എത്രത്തോളം നമ്മളുടെ സെൻസസിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ സപ്രസ് ചെയ്താലും ശരി, അടക്കി വെച്ചാലും ശരി, ഞാൻ അത് ചെയ്യില്ല, ഞാൻ ഹോട്ടലിൽ പോവില്ല, ഞാൻ സിനിമ കാണില്ല, ഞാൻ അത് കഴിക്കില്ല, നമ്മൾ നിർബന്ധിച്ചിട്ട് നമ്മളെ എത്ര തന്നെ അടക്കി പിടിച്ചാലും ശരി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, മക്കള് ടീനേജില് സിഗരറ്റ് വലിക്കുക ഫോർ എക്സാമ്പിൾ. അപ്പൊ അച്ഛൻ അത് കണ്ടുപിടിച്ചു, അച്ഛൻ വളരെ താക്കീത് കൊടുത്തു, ഇനിയറ്റ് നീ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഞാനൊക്കെ എങ്ങനെയും അത് അറിയാൻ നീ സിഗരറ്റ് വലിച്ചെന്ന് അറിഞ്ഞാൽ നല്ല പണി കഴിക്കും. അപ്പൊ പേടി കൊണ്ട് ആ മകൻ സിഗരറ്റ് വലിക്കില്ല. അച്ഛന് അത്രയും പേടിയാണ്, അതുകൊണ്ട് സിഗരറ്റ് വലിക്കില്ല. പക്ഷേ ഈ മകന്റെ മനസ്സ് എപ്പോഴും എന്തിലായിരിക്കും? സിഗരറ്റ് 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 ഇതിൽ മാത്രമായിരിക്കും. എങ്ങനെയെങ്കിലും അച്ഛൻ അറിയാതെ എനിക്ക് സിഗരറ്റ് വലിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. അപ്പൊ എന്താണ്? എപ്പോഴും ഡ്വെൽസ് ഓൺ ദ സെൻസ് ഒബ്ജക്ട്സ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എന്താണ്? certainly deludes himself
അവനവൻ തന്നെ ചീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു കപട വ്യക്തിയായിട്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത് പറയാൻ. അപ്പൊ നമ്മള് സെൻസസിനെ നിർബന്ധമായിട്ടും നമ്മൾ കൺട്രോൾ ചെയ്തൊരു കാര്യമില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ വെറുതെ കൺട്രോൾ ചെയ്ത കാര്യമില്ല. ഇന്ദ്രിയ വിഷയങ്ങളിലെ ആസക്തി ഇല്ലാതിരിക്കണം. ഇന്ദ്രിയ വിഷയങ്ങളിലെ ആസക്തി ഇല്ലാതിരിക്കണം. അതിനാണ് നമ്മൾ നോക്കേണ്ടത്. ഇന്ദ്രിയങ്ങളെ നമ്മൾ വളരെ ബലം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ആ ഇന്ദ്രിയ വിഷയങ്ങൾ എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു വ്യക്തി ഒരു കപട വേഷധാരിയാണ്, പ്രിറ്റൻഡറാണ്. അത് അവനവനെ തന്നെ ചതിക്കുകയാണ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ഭഗവാൻ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ? അതായത് നമ്മളിപ്പോ പറയും നല്ല ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ എപ്പോഴും മനസ്സ് ആ കാര്യങ്ങളിലായിരിക്കും ഡ്വെല്ല് ചെയ്യുന്നത്. അതൊരു കപട വേഷധാരിയായിട്ടാണ്, പ്രിറ്റൻഡറാണ്. അത് ഞാൻ എന്നെ തന്നെ ചീറ്റ് ചെയ്യാണ്. എന്താണ് ഭഗവാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അർജുനോട് പറയുന്നത്? എന്താണ് ഒരു വാണിംഗ് കൊടുക്കുന്നത്? അവിടെ എന്താണ് ഒരു അപകടം ഉള്ളത്? അതുകൊണ്ടാണല്ലോ ഭഗവാൻ പറയുന്നത്. എന്തോ ഒരു ഡേഞ്ചർ ഉണ്ട്. മനസ്സിലായില്ല? അവർക്ക് ആത്മീയ പാതയില് മുന്നേറാൻ പറ്റില്ലല്ലോ, ഭൗതികതയിൽ തന്നെയല്ല എപ്പോഴും. മനസ്സിലായി. അവര് ആത്മീയ പാതയില് ഉറച്ചിട്ടില്ല എപ്പോഴും. ആത്മീയ തലത്തിൽ ചിലപ്പം വന്നിട്ടില്ല. അപ്പൊ ആത്മീയ തലത്തിലുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ സെൻസ് കൺട്രോളിന്റെ കാര്യമാണ്. അപ്പൊ സെൻസ് കൺട്രോൾ ചെയ്താലേ നമുക്ക് ആ ആത്മീയ തലത്തിലേക്ക് വരാൻ പറ്റും. സെൻസ് കൺട്രോൾ നമ്മൾ ചെയ്യുന്നുണ്ട്, ജബർദസ്തി ഫോഴ്സ്ഫുള്ളി വരണം പ്രയോഗിച്ചിട്ട്. പക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങള് നിലയ്ക്കുന്നില്ല. ആഗ്രഹങ്ങൾ ആത്മീയതയിലേക്ക് കൊണ്ടുവരണം എന്നാണോ? ഞാൻ ഉദാഹരണം പറയാം, നമുക്ക് ഐഡിയ കിട്ടും. ഒരു വൃക്ഷം, അതിനെ ഞാൻ താഴ്ന്ന് വെട്ടിക്കളഞ്ഞു, വൃക്ഷം പോയി. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞാൽ എന്താവും? വീണ്ടും തളിർപ്പ് വരും. വീണ്ടും തളർത്ത് വരും. അത് തളർത്ത് വരാതിരിക്കാൻ വൃക്ഷം അവിടുന്ന് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വേരോടെ പിഴുത് കളയും. വേരോടെ പിഴുത് കളയണം. അതാണ് ഇവിടെ ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ സിംപിൾ ടെൻഡൻസി വേരോടെ പിഴുത് കളയണം. അല്ലാണ്ട് ഉപരിതലത്തിൽ നിന്ന് വെട്ടി മാറ്റിയിട്ട് കാര്യമില്ല. നമ്മുടെ ബലം പ്രയോഗിച്ചിട്ട് അത് ചെയ്യാനൊന്നും കാര്യമില്ല. നമ്മളുടെ ആ സിംപിൾ ടെൻഡൻസി ഇല്ലേ, അതായത് ഭൗതിക തലത്തിൽ ആഗ്രഹങ്ങൾ സബലീകരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ, അത് വേരോടെ പിഴുത് കളയണം. അല്ലാണ്ട് കാര്യമില്ല. കുറച്ച് ദിവസം കഴിയും വീണ്ടും അത് പൊട്ടിപ്പൊളിക്കും. എന്താ കാര്യം? അപ്പൊ നമ്മൾ ഹയർ ടേസ്റ്റ് കൊടുത്തിട്ട് ഈ ലോവർ ടേസ്റ്റിനെ ഇല്ലാതാക്കണം. ജബർദസ്തി ബലം പ്രയോഗിച്ചിട്ട്. മംഗളമാതാജി ഒന്ന് മ്യൂട്ടാക്കോ, ക്ലിയർ കിട്ടുന്നില്ല പ്രഭുവിന്റെ ഇപ്പൊ. അപ്പൊ നമ്മള് ബലം പ്രയോഗിച്ചിട്ട് അത് ചെയ്യാതിരുന്ന കാര്യമില്ല. അതേ സമയത്ത് തന്നെ നമ്മൾ ഹയർ ടേസ്റ്റില്, അതായത് ആധ്യാത്മിക തരത്തിലുള്ള കാര്യങ്ങൾ നമ്മള് ഏർപ്പെടണം. എന്നാൽ മാത്രമേ ഇത് പതുക്കെ പേരോടെ നമുക്ക് എടുത്തു കളയാൻ പറ്റും. അപ്പോ ആ എൻജോയ് ടെൻഡൻസി ഇല്ലേ, ആസ്വദിക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു ആഗ്രഹം, ഒരു ഇൻക്ലിനേഷൻ, അത് ഉണ്ടാവില്ല. ക്ലിയറായോ? സംഗതി ക്ലിയറായോ? അതായത് ഭഗവാൻ നമ്മളെ ശുദ്ധമായ കൃഷ്ണഭക്തിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അല്ലെ? ഒന്നും കൂടി പറയും. ശുദ്ധ കൃഷ്ണഭക്തിയാണ് ഭഗവാൻ പറഞ്ഞു തരണമെന്ന് പറയാം. അതായത് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് വരണമെങ്കിൽ ഭൗതിക തലത്തിലുള്ള ഒരു ആഗ്രഹങ്ങളും വെച്ച് വളർത്താൻ പാടില്ല. അപ്പൊ അതിനെ കംപ്ലീറ്റ് നശിപ്പിക്കാനുള്ള വഴിയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അർജുനോട് എന്താ പറയാൻ കാരണം?
ഈ ആർട്ടിഫിഷ്യലായിട്ട് കപടമായിട്ടുള്ള ഈ വേഷവിധാനം ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട. ഇതൊന്നും നടക്കാൻ പോകുന്നതല്ല. ഏ? ഇതൊക്കെ മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞാൽ എന്നെ കളിപ്പിക്കാൻ നോക്കേണ്ടതാണ്. അതുകൊണ്ട് ക്ഷത്രിയാണ് യുദ്ധം ചെയ്യാനാണ് വേണ്ടത്. തന്റെ ദൗത്യം യുദ്ധം ചെയ്യാനാണ് പറഞ്ഞത്. അയ്യോ അവര് മരിക്കില്ലേ, ഇവര് മരിക്കില്ലേ, അവര് വിധവകളായില്ലേ, അതാവില്ലേ, അതൊന്നും തന്റെ ഉണ്ടല്ല. തന്റെ ദൗത്യം ചെയ്യാ. അതാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയാണ്. അതായത് അർജുനന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യില്ല. എന്റെ ഗുരുവാണ്, എന്റെ എന്താ പറയാ പിതാമഹനാണ്, എന്റെ കസിൻസ് ആണ്, എന്റെ ഫാദറിലാണ്, എന്റെ ബ്രദറിലാണ്, ഞാൻ ചെയ്യില്ല. ഇതെല്ലാം യുദ്ധഭൂമിയിൽ നിന്ന് ഒളിച്ചോട്ടമാണ് അർജുന. ക്ഷത്രിയാണ്, ധർമ്മം പാലിക്കാനാണ്, തന്റെ ദൗത്യമാണ്, അതിൽ നിന്ന് ഒരു ഒളിച്ചോട്ടമാണ്. അത് ചെയ്യണ്ട എന്ന് പറയുന്നു. അതും എന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യാം, എന്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന, എന്നെ തൃപ്തിപ്പെടുത്താൻ. അതാണ് ഞാൻ പറഞ്ഞ ശ്ലോകം. ഋഷികേശ സേവനം ഭക്തി ഉച്ചത്. ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കുകയാണ്. അതാണ് ഉത്തമ ഭക്തി. അല്ലാണ്ട് തന്റെ ഇന്ദ്രിയങ്ങൾക്ക് എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് തൃപ്തി, എന്താണ് അതൃപ്തി, അതല്ല അവിടെ നോക്കണത്. ഞാൻ ഋഷികേശനാണ്, എല്ലാവരുടെയും ഇന്ദ്രിയങ്ങളുടെയും സ്വാമി ഞാനാണ്. അപ്പോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെയും സ്വാമി ഞാനാണ്. അപ്പോൾ എന്റെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് നിങ്ങളുടെ ദൗത്യം. അപ്പൊ അർജുന സ്വന്തമായിട്ടൊരു അജണ്ട അവിടെ വേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് there are many pretenders. ഒരുപാട് കപടവേഷധാരികളുണ്ട്. who refuse to work in Krishna consciousness but make a show of meditation while actually dwelling within the mind of one sense enjoyment. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഡ്രാമയിലെ ആക്ടിങ്ങില് ആക്ടേഴ്സ്, ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് കാണാം. പക്ഷെ ആ ഡ്രാമയിൽ ആക്ട് ചെയ്യുന്ന ആ ക്യാരക്ടറാണ് ശരിക്കുള്ള ക്യാരക്ടർ അവരുടെ അല്ല. അത് കുറച്ചു നേരം പിടിച്ചു നിൽക്കാണ്. ഒരു കള്ളനായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഡോക്ടർ ഫോർ എക്സാമ്പിൾ, ആക്ച്വലി പ്രൊഫഷണൽ ആയിട്ട് ഡോക്ടറാണ്, പക്ഷെ സ്റ്റേജിലായിട്ട് ഒരു കള്ളനായിട്ടാണ്. അവർ 30 മിനിറ്റ്, ഒരു മണിക്കൂർ കള്ളനായിട്ട് ആക്ട് ചെയ്യാണ്. അതേപോലെ നമ്മൾ ആക്ടിങ് പാടില്ല എവിടെയാണ് പറയുന്നത്. Such pretenders may also speak on dry philosophy in order to bluff sophisticated followers. But according to this verse, these are the greatest cheaters. അവര് പറയും, ഒരുപാട് കാര്യങ്ങൾ പറയും, വേദാന്തങ്ങളും തത്വങ്ങളും ഒക്കെ പറയും, ഒരുപാട് സിദ്ധാന്തങ്ങളെ പറ്റിയിട്ട് പറയും, അല്ലേ? പക്ഷേ അവര് ഏറ്റവും വലിയ ചതിയന്മാരാണ്. കാരണം അവർ സംസാരിക്കുമെങ്കിലും അത് അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല എന്നാണ് പറയുന്നത്. For sense enjoyment, one can act in any capacity of the social order. But if one follows the rules and regulations of his particular status, he can make gradual process in purifying his soul. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇന്ദ്രിയ തൃപ്തി അലൗഡ് ആണ്, റെഗുലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ശാസ്ത്രങ്ങളിൽ എന്താണോ പ്രതിപാദിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ഇന്ദ്രിയ തൃപ്തി നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് സ്ലോലി ആൻഡ് ഗ്രാജുവലി നമുക്ക് അഡ്വാൻസ് സ്റ്റേജിലേക്ക് എത്താൻ പറ്റും, പ്യൂരിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ബട്ട് ഹി ഹു മേക്സ് എ ഷോ ഓഫ് ബീങ് എ യോഗി while actually searching for the objects of sense gratification must be called the greatest cheater, even though he sometimes speaks of philosophy. അപ്പോൾ ചില ആൾക്കാർ ഞാൻ വലിയ യോഗിയാണ്, ഞാൻ വലിയ ഭക്തനാണ്, ചില ജ്ഞാനിയാണ്, അതൊക്കെ എല്ലാം എന്താണ്? ഷോ ഓഫ് ആണ്. ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ വെറും പ്രദർശനം മാത്രമേ ഉള്ളൂ, പുറമെ മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. ഉള്ളിലെ അദ്ദേഹം അവരുടെ കാമാഗ്നി, കാമാശക്തി, അതാണ് കൂടുതൽ കാണിച്ചാൽ തൻ്റെ ആഗ്രഹങ്ങളെ എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കാനുള്ള ഒരൊറ്റ ഇതുള്ളൂ. പുറമെ നല്ല സന്യാസ വേഷം കെട്ട് ഒക്കെ മാലയൊക്കെ ഇട്ട് നല്ലൊരു ഗുഡ് പോസ്റ്റിലൊക്കെ ഇരുന്ന് കറക്റ്റായിട്ടിരുന്ന് നാമൊക്കെ ജപിക്കും. വൈകുന്നേരം വന്നാൽ ആ ആളുടെ വേഷം മാറി തലയിൽ മുണ്ടിട്ടിട്ട് മദ്യ ഷോപ്പിൽ നിന്ന് വരുന്നു. എന്തായിരിക്കും അങ്ങനത്തെ ആളെ എന്താണ് പറയേണ്ടത്?
കപട വേഷധാരി എന്നല്ലാണ്ട്, പ്രിറ്റൻഡർ എന്നല്ലാണ്ട്, സ്യൂഡോ സന്യാസി. അപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ ഉണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സിദ്ധാന്തങ്ങൾ പറഞ്ഞിരിക്കും. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞു, അർജുനൻ ഇങ്ങനെ പറഞ്ഞു, ആചാര്യന്മാർ ഇങ്ങനെ പറഞ്ഞു. വൈകുന്നേരം ആയാൽ അവരുടെ തനി നിറം കാണും. അതാണ് അങ്ങനത്തെ ആൾക്കാരെ പറ്റി. അപ്പൊ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ കുഴപ്പമില്ല, പ്രോബ്ലം. പക്ഷെ അത് നമ്മുടെ വേദങ്ങളിലെ എന്താണ് പ്രതിപാദിച്ച അത് പ്രകാരം നമ്മുടെ മുന്നോട്ട് പോവാം. ആ ആഗ്രഹങ്ങളെല്ലാം സബലീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് സ്ലോലി ഗ്രാജുവലി നമ്മുടെ ഭക്തി മാർഗത്തിലേക്ക് വരണം എന്നില്ല. സോ ഹിസ് നോളജ് ഹാസ് നോ വാല്യൂ. അങ്ങനത്തെ ഒരാളുടെ നോളജിന് ഒരു വാല്യൂ ഇല്ല. Because the effects of such a sinful man's knowledge are taken away by the literary and അങ്ങനത്തെ ആൾക്കാരുടെ ആ ജ്ഞാനം എന്താണ്? മായ അപഹൃത ജ്ഞാനം. അവരുടെ ജ്ഞാനത്തിനെ അപഹരിച്ചിരിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്, മായ അപഹൃത ജ്ഞാനം. By the illusory energy of the Lord. Such a pretender's mind is always impure. കർമ്മശങ്ങൾ ആണ് അങ്ങനത്തെ ആ പ്രിറ്റൻഡ് ചെയ്യുന്ന ആക്ടേഴ്സിന്റെ മനസ്സ് എപ്പോഴും അശുദ്ധി ഉള്ളതായിരിക്കും. ആൻഡ് therefore his show of yogic meditation has no value whatsoever. അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ ആ മെഡിറ്റേഷന് യാതൊരു വാല്യൂ ഇല്ല. അവർ മെഡിറ്റേറ്റ് ചെയ്യും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട്, പ്രബലിപ്പിക്കാൻ വേണ്ടിയിട്ട്. എക്സ്റ്റേണലി അവർ യോഗികളാണെങ്കിലും ഇന്റേണലി അവരുടെ ഇന്ദ്രിയങ്ങളുള്ള ആസക്തിക്ക് യാതൊരു കുറവും വന്നില്ല. എന്താണ്? അവരെല്ലാം വയറ്റപ്പാടിന് വേണ്ടിയിട്ട്, പാപ്പി പേക്ക സമാനം, വയറ്റപ്പാടിന് വേണ്ടി. അതിനുവേണ്ടി അങ്ങനത്തെ വേഷങ്ങൾ ധരിച്ചിട്ട് അവനവനെയും മറ്റുള്ളവരെയും കബളിപ്പിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. So one who restrains the sense of action but whose mind dwells on sense of sex certainly deludes himself and is called. അവനവനെയും ചരിക്കുകയാണ്, മറ്റുള്ളവരെയും ചരിക്കുകയാണ് ഇങ്ങനത്തെ ആൾക്കാർ. എന്താണ് ഇതെല്ലാം അർജുനോടാ പറയുന്നത്? അർജുനൻ ആ സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സ്വന്തം ചരിക്കുന്നു, മറ്റുള്ളവരെയും ചരിക്കുന്നു, പറ്റിക്കുന്നു. Then questions or comments? Clear ആയോ? ക്ലിയറായി പ്രഭു. നമ്മുടെ ഇൻസ്റ്റാളുകളുടെ അടുത്തത് മാർക്കാവില്ല. അതൊന്ന് നോട്ട് ചെയ്തോട്ടെ. 7 അടുത്ത ക്ലാസ്സിൽ 7 ആണ്. 5 മുതൽക്കാണ് എടുത്തത്. അഞ്ച് മുതൽ 5, 6, 2 ശ്ലോകത്തില് ഇവിടെ അല്ലെ മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഓക്കെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ.